ആകാശവാണി. കണ്ണീരുണങ്ങാതെ ഒരമ്മ, സുനി അരിക്കാം വീട്ടിലെഴുതിയ നാടകം, ആദ്യ ഭാഗം. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ: നിലമ്പൂർ മണി, കെ.സി. കരുണാകരൻ പേരാമ്പ്ര, വി.കെ. രവി കൊയിലാണ്ടി, എൻ.വി. ബിജു, കുമാർ, ആണ്ടൂർ ബാലകൃഷ്ണൻ, അരുൺ ശങ്കർ ആർ.കെ., രാഹുൽ പെരിങ്ങാവ്, നിതിൻലാൽ പന്നൂർ, സുർജിത് കടുങ്ങപുരം, അനിൽ അങ്ങാടിപ്പുറം, പി.ജി. ഇന്ദിര, രേവതി ദിനേശ്. കണ്ണീരുണങ്ങാതെ ഒരമ്മ. എന്താ? ആരാ അത്? നാരായണ, ഇത് ഞാനാ, രാജേന്ദ്രൻ. ആര്? ആഹാ, നീയായിരുന്നു. നീ എന്താ രാജേന്ദ്ര ഈ രാത്രിയിൽ ഇങ്ങോട്ട്? അത് നാരായണ, നമ്മള് ശിവരഞ്ജിനി വന്നാ. ശിവരഞ്ജിനി വന്നല്ലോ, തിരിച്ചു പോവുകയും ചെയ്തു. മണി 8 കഴിഞ്ഞില്ലേ? അത് ശരി. അപ്പൊ ഇന്നിനി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ടോ? ഇല്ല, ഇനി രാവിലെ 6 മണിക്കല്ലേ ഉള്ളൂ. അല്ല രാജേന്ദ്ര, നിനക്കെന്തിനാ ഇപ്പൊ ടൗണിലേക്കുള്ള ബസ്? നീ ഇതെങ്ങോട്ടാ പോകുന്നത് ഈ രാത്രിയിൽ? എനിക്ക് എങ്ങോട്ട് പോകാനല്ല നാരായണ, നമ്മുടെ കുന്നുപുറത്തെ ബാലമാഷ മോളില്ലേ അനുരാധ, ഓളിന്ന് കോളേജിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ചെത്തിയില്ലേ? എന്റെ ഈശ്വര, അനുരാധയോ? ഈ കുട്ടി ഇത് എവിടെ പോയി? എന്നും 5:45 പ്രിയജയ്ക്ക് വരുന്നതാണല്ലോ. ഇന്നിതെന്ത് പറ്റി ഭഗവാനെ? ഞങ്ങൾ കുറെ നേരമായി കാത്തിക്കണ് നാരായണ. കാണായപ്പോ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നാ. ഓളമ്മ സുജാചേച്ചി അവിടെ കിടന്ന് ആകെ കരഞ്ഞ് ബഹളം വെക്കാണ്. അയ്യോ, ഒരു സ്വഭാവ ദൂഷ്യം ഇല്ലാത്ത നല്ലൊരു കുട്ടിയാ അവള്. അവൾക്കിതെന്തു പറ്റി? എന്നും ബസ് ഇറങ്ങി പോകുമ്പോ ഈ കടയിൽ കയറി മിഠായി ഭരണിയിൽ നിന്നൊരു നാരങ്ങാ മിഠായി എടുത്ത് വായിലിട്ട് എന്നോട് കുറച്ച് കിസ്സയും പറഞ്ഞിട്ട് ആ കുട്ടി പോവാറ്. ഇന്ന് കാണാതായപ്പോ ഞാൻ വിചാരിച്ചത് അവൾ ഇന്ന് കോളേജിൽ പോയിട്ടുണ്ടാവില്ല എന്നാണ്. അല്ല, നിനക്ക് അവളുടെ കൂട്ടുകാരികളുടെ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചോക്കായിരുന്നില്ലേ? വിളിച്ചൊക്കെ നോക്കി നാരായണ. അനുരാധ ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് നേരത്തെ പോന്നിട്ടുണ്ടെന്നാ ഒരു പറയണത്. വൈകുന്നേരത്തെ 2 പീരീഡിൽ അവൾ ക്ലാസ്സിലുണ്ടായിരുന്നില്ല പോലും. അപ്പൊ പിന്നെ ഈ കുട്ടി എങ്ങോട്ടാ പോയത്? രാജേന്ദ്ര, കാലം വല്ലാത്തതാണ് മോനെ. പ്രായം തികഞ്ഞ പെൺകുട്ടി, വല്ലാത്തൊരു സൗന്ദര്യവും. എന്റെ ഈശ്വര, അപകടങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. ഇനി ഇതെവിടെ ചെന്നാ അന്വേഷിക്കണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടില്ലേ നാരായണ. എന്താ ചെയ്യ? ആ നല്ല കുടുംബത്തിന് വല്ലാത്തൊരു ദുസ്സഹനമാണല്ലോ. ബാലമാഷ് മരിച്ചിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. ഒരു പ്രയാസം ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് കടലിൽ ചാടിച്ചാവ്. ഇപ്പൊ ഇതാ മകളെ. അതൊന്നും നിങ്ങൾക്കിപ്പോ കൂട്ടി വായിക്കണ്ട നാരായണ. ബസ് കിട്ടാൻ നേരം വൈകി, അവളിപ്പോ ഇങ്ങോട്ട് എത്തും. നമുക്ക് അങ്ങനെയായിട്ട് വിശ്വസിക്കാം. എന്താ? എന്നാലും ആ കുട്ടിക്കൊന്ന് ഫോൺ ചെയ്തൂടെ? അതിന് നോക്ക് മൊബൈൽ ഇല്ലാന്ന്. ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് വിളിച്ചു നോക്കിയിരുന്നല്ലോ. അല്ല, അവളുടെ ആങ്ങൾ അനന്തവും നഗരത്തിൽ തന്നെയല്ലേ പഠിക്കുന്നത്. അവർ ചില ദിവസങ്ങളിൽ ഒരുമിച്ചാണല്ലോ വരാറ്. ഇന്ന് അവനും കണ്ടിട്ടില്ലേ? ഇല്ല, ഇന്ന് ഓനൊരു ബൈക്കിന്റെ ബാക്കിൽ ലിഫ്റ്റ് ഇട്ടിപ്പോ അങ്ങോട്ട് നേരത്തെ വീട്ടിലേക്ക് പോകുന്നാണല്ലോ. പ്രായം തികഞ്ഞ പെൺകുട്ടികളുടെ ജീവിതം പളുങ്ക് ഭരണി പോലെയാണ്. ഒന്നെവിടെയെങ്കിലും മെല്ലെ തട്ടിപ്പോയാൽ മതി, ആകെ ചിന്നിച്ചിതറിപ്പോകും. നാരായണ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സുജാചേച്ചിയോട് ചോദിച്ചിട്ട് പോലീസിൽ അറിയിക്കാൻ നോക്കട്ടെ ഞാൻ. അത് നല്ലതാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് നിൽക്ക്. ഞാൻ ഈ കടയുടെ ഷട്ടർ ഒന്ന് ഇട്ടോട്ടെ. ഞാനും വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലല്ലേ അയൽക്കാർ സഹായത്തിനെത്തേണ്ടത്. വേണമെങ്കിൽ നമുക്കിപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. എന്നാ നാരായണ മാം വരി. എനിക്ക് ഒറ്റയ്ക്കായിട്ട് എന്താ ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടില്ല. എന്നാ ഞാൻ ഇതാ വന്നു. നീ ഇവിടെ തന്നെ നിൽക്ക്. ശരി. സുജാതേച്ചി, സുജാതേച്ചി. രാജേന്ദ്രനാണോ? എന്തായി രാജേന്ദ്ര? എന്റെ മോളെ കണ്ടോ? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ആരാ രാജേന്ദ്ര കൂടെ ഉള്ളത്? ഓ, നാരായണേട്ടനാണോ? നാരായണേട്ട, എന്റെ മോള്, എന്റെ മോള്. സുജാതെ, എന്താ ഇത്? കരയാതെ, നമുക്ക് അന്വേഷിക്കാം. അവള് ബസ് കിട്ടാതെ കൂട്ടുകാരികളുടെ വീട്ടിലെങ്ങാനും പോയിട്ടുണ്ടാകും. നീ കരയാതെ, നമുക്ക് അന്വേഷിക്കാം. അവളെവിടെയും പോവില്ല നാരായണേട്ട. ഞാനും അനന്തവും അറിയാതെ അവളെങ്ങോട്ടും പോവില്ല. എന്റെ മോൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് തീർച്ച. സുജാതേച്ചി, നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇത്രയും നേരം ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നാരായണേട്ടൻ മാത്രം അറിയൂ. ഇനിയിപ്പോ എത്ര നേരം സ്ഥിതിക്ക് യാതൊരു വിവരം കിട്ടാതെ ഇങ്ങനെ ഇരുന്നാ പോരല്ലോ.
അനുരാധയ്ക്ക് എന്താ പറ്റണെന്ന് അറിയണല്ലേ സുജാതേച്ചിയെ? ആ, അത് തന്നെയാ ഞാനും പറയുന്നത്. സുജാതെ, ഇനി ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. നാരനേട്ടാ, നമുക്ക് പിന്നെ പ്രാദേശിക ചാനലിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യിക്കുക. ആരെങ്കിലും കണ്ടിട്ട് വിവരം അറിയിക്കുകയാണെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ തീ നിന്നുണ്ടല്ലോ. അത് തന്നെയാണ് സുജാതെ, അതാ നല്ലത്. നീ അവളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് എടുത്തോ. നാരായണേട്ടാ, കല്യാണ പ്രായം തികഞ്ഞ പെണ്ണ എന്റെ മോള്. അവളെ കാണാൻ ഇന്ന് ടി വിയിലൊക്കെ വന്നാൽ എനിക്ക് വയ്യ. എന്റെ മോളെ നീ എവിടെ പോയത്? എനിക്ക് എന്താ പറ്റിയത്? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോൾക്ക് ഒന്നും വരുത്തരുതേ. സുജാതെ, മതി കരഞ്ഞത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരട്ടെ. ACBയിലും കടത്തനാട് മിഷനിലും ഒക്കെ വിളിച്ചു പറയാം. അതെ, അനുരാധയ്ക്ക് ഇപ്പോ വയസ്സ് 23 അതോ 24? 22. ഇന്ന് കോളേജിൽ പോകുമ്പോ അനുരാധ ഏത് ഡ്രസ്സാണ് ഇട്ടത്? അത് ഈ ചാനലിൽ കൊടുക്കുമ്പോ അടയാളം പറഞ്ഞു കൊടുക്കാനാണ്. മഞ്ഞ ചെറിയ ചുവന്ന പൂക്കളുള്ള ചുരിദാർ ഇട്ടത്. ആ ചുരിദാർ ഇടുമ്പോൾ പെണ്ണിന്റെ അഴകൊന്ന് വർദ്ധിക്കും. അതൊക്കെ കണ്ടിട്ട് എന്റെ മോളെ ആരെങ്കിലും ഈശ്വര എനിക്ക് വയ്യ. സുജാതെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാരായണേട്ട, പോലീസുകാരോട് പറയണം, ഇത് വല്ലാതെ പരസ്യമാക്കരുതെന്ന്. എന്റെ മോളുടെ ഭാവിയുടെ കാര്യ. നീ പേടിക്കണ്ട. സ്റ്റേഷനിൽ നമ്മുടെ തെക്കേപ്പാട്ട് സുബ്രഹ്മണ്യൻ ഉണ്ടല്ലോ, അവനോട് പറയാൻ കാര്യങ്ങളൊക്കെ അവ വേണ്ട പോലെ ചെയ്യും. സുജാതേച്ചി അകത്ത് കയറി വാതിലടച്ചോ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ല, അനന്ത എവിടെ പോയി? സന്ധ്യ മുതൽ അകത്ത് കട്ടിലിൽ കുമ്പിട്ട് കിടന്ന് കരയ. പാവം കുട്ടി, നീ ചെന്ന് അവനെന്തെങ്കിലും ചായയോ മറ്റോ കൊടുക്ക. നീയും വല്ലതും കഴിക്കേ. കരഞ്ഞ് ആകെ ക്ഷീണിച്ചല്ലോ. എന്റെ മോളെ കാണുന്നത് വരെ ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം ഇറങ്ങില്ല നാരായണേട്ട. എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ മോളെ കണ്ടാ മാത്രം മതി. മതി കരഞ്ഞത്. നീ അകത്ത് പോ, ഞങ്ങൾ പോയിട്ട് വരാം. രാജേന്ദ്ര, നീ വാ. സാർ. യെസ്. സുബ്രഹ്മണ്യ സാറിനെ ഒന്ന് കാണാനാ. എന്താ കാര്യം? ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ളവരാണ്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കയറി വരൂ. അകത്തേക്ക് നേരെ പോകുമ്പോ ഇടതുഭാഗത്തുള്ളൊരു മുറിയുണ്ട്. സുബ്രഹ്മണ്യം സാർ അവിടെ കാണും. ഓ ശരി, ഞങ്ങൾ ചെന്ന് കാണട്ടെ. ഓ, കണ്ടോളൂ. അല്ല, ഇതാരൊക്കെയാ? നാരായണേട്ടനും രാജേന്ദ്രനും. എന്താ ഈ രാത്രി പോലീസ് സ്റ്റേഷനിൽ? നമ്മുടെ നാട്ടിൽ വല്ല സംഭവവും ഉണ്ടായോ? സുബ്രഹ്മണ്യ, ഞങ്ങള് ഒരു പരാതിയുമായി വന്നതാണ്. പരാതിയോ? എന്തു പരാതി? അത് നമ്മുടെ കുന്നംപുറത്തെ ബാലമാഷില്ലേ? 5-8 മാസം മുമ്പ് കടലിൽ ചാടി ആത്മഹത്യ ചെയ്ത. അതെ, അത് തന്നെ. ബാലമാഷ മോള് അനുരാധ കോളേജിൽ നിന്ന് ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. സമയം ഇപ്പോ 9 കഴിഞ്ഞല്ലോ. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചൊക്കെ ചെയ്തു. കൂട്ടുകാരോടൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഓൾ ക്ലാസ്സിലില്ലായിരുന്നു എല്ലാരും പറഞ്ഞത്. ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് പോന്നു. അപ്പൊ പിന്നെ അഫയർ വല്ലതും ഉണ്ടായിരുന്നു? ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി? അയ്യോ, ഇല്ലില്ല. അങ്ങനെ ഒരു കുട്ടിയല്ല അനുരാധ. നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയായിരുന്നു. സുബ്രഹ്മണ്യൻ അറിയില്ലേ അവളെ? എനിക്കറിയാൻ നാരായണേട്ടാ, ഞാൻ കാണാറുണ്ട്. എന്നോടൊക്കെ നല്ല പെരുമാറ്റവുമാണ്. എന്നാലും ഈ പെൺകുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തൽ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അത് ശരിയാ. എന്നാൽ അനുരാധ അങ്ങനെ ഒരു പെൺകുട്ടി ആയിരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഓ, നിങ്ങളൊരു പരാതി എഴുതി തരൂ. അവളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ഒരെണ്ണം തന്നേക്കൂ. ഞാൻ അടുത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ തന്നെ മെസ്സേജ് പാസ് ചെയ്യാം. പിന്നെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അറിയിപ്പ് നൽകാം. ഓ, പിന്നെ സുബ്രഹ്മണ്യ, കല്യാണപ്രായമായ പെൺകുട്ടിയാ. മോശമായ രീതിയിലൊന്നും നിനക്കറിയാലോ. ഇല്ല നാരായണേട്ടാ, ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ രാജേന്ദ്രനെ വിളിച്ചു പറയാം. വീട്ടിലെന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം. എനിക്കിന്ന് നൈറ്റാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ ഞങ്ങൾ പരാതി എഴുതി തരാം. പിന്നെ മറ്റൊരു കാര്യം, നാളെ രാവിലെ വരെ വിവരമൊന്നും ഇല്ലെങ്കിൽ ബാലമാഷുടെ ഭാര്യ തന്നെ ഒന്ന് ഇവിടെ വരെ വരട്ടെ. കുട്ടിയുടെ അമ്മ തന്നെ നേരിട്ട് CIയെ കണ്ട് പറയട്ടെ. അങ്ങനെയാവുമ്പോ അദ്ദേഹം ഒന്ന് ഗൗരവത്തിലെടുക്കും. എങ്കിൽ നാളെ ഞങ്ങൾ സുജാതയെയും കൂട്ടി വരും.
എങ്കിൽ ശരി, ഓ ഞാൻ പേപ്പർ എടുത്തു തരാം. അപ്പുറത്തെ മുറിയിലിരുന്ന് എഴുതാം. ഓ വരും. ആയിക്കോട്ടെ. സാർ, CI സാർ അകത്തുണ്ടോ? ആരാ ഇത്? രാജേന്ദ്രനോ? സുജാതേച്ചി ഉണ്ടല്ലോ. വരൂ. CI സാർ അകത്തുണ്ട്. സുജാതേച്ചിക്ക് എന്നെ അറിയില്ലേ? സുബ്രഹ്മണ്യൻ അല്ലേ, അമ്മാളടുത്തിയുടെ മകൻ? അതെ. സുബ്രഹ്മണ്യൻ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ രാജേന്ദ്രൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. ചേച്ചി, മകളെ പറ്റി വിവരം വല്ലതും? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് നൽകിയിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ സന്ദേശം പോയിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്റെ മോള് കഴിഞ്ഞ രാത്രി ഇരുട്ട് കണ്ടാൽ ഭയന്ന് വിറയ്ക്കുന്നുള്ള എന്റെ മോള് ലൈറ്റ് പോയാൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ പോലും ഞാനോ അനന്തവും കൂട്ട് വേണം. അങ്ങനെയുള്ള എന്റെ മോള് ഇന്നലെ രാത്രി, എന്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി ആവുന്നില്ലല്ലോ. സുജാതേച്ചി, കരയാതെ കരയാതെ. അനുരാധയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം. പിന്നെ CI സാർ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പേ നേരിട്ട് കണ്ടൊന്ന് പറഞ്ഞോളൂ. രാജേന്ദ്ര, ഇവിടെ നിന്നാ മതി. സുജാതേച്ചി ഒറ്റയ്ക്ക് ചെന്നാ മതി. ചെല്ല്. എന്നാ സുജാതേച്ചി ചെല്ലേ, ഞാൻ പുറത്തുണ്ടാവും. ശരി. സാർ, ആരാ? അകത്തേക്ക് വരൂ. ഞാൻ സുജാത, ഇന്നലെ മിസ്സിംഗ് ആയ അനുരാധയുടെ അമ്മ. ഇരിക്കൂ. മകൾ ആരുടെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത്? ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കാമായിരുന്നില്ലേ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടായത്? സാർ, അങ്ങനൊരു ചെറുപ്പക്കാരനില്ല. എന്റെ മകൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയതല്ല. അവൾക്ക് എന്തോ അപകടം പറ്റിയതാണ്. അവളെ ആരോ അപകടത്തിൽപ്പെടുത്തിയതാണ്. ഓ, അപ്പോൾ എല്ലാം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോലീസുകാർക്ക് പണിയൊന്നുമില്ലല്ലോ. സാർ, അങ്ങനെയല്ല. എന്റെ മകൾ അനുരാധ പ്രായത്തിൽ കൂടുതൽ പക്വത കാണിക്കുന്ന കുട്ടിയായിരുന്നു. ഒരാളെ കൊണ്ട് ഒരു മോശാഭിപ്രായം അവൾ ഇതുവരെ പറയിച്ചിട്ടില്ല. മിണ്ടാപ്പൂച്ചയാണ് എവിടെയും കലമുടച്ചിട്ടുള്ളത്. എന്താ സാർ ഇങ്ങനെ ഒരു മുൻവിധിയോടെ സംസാരിക്കുന്നത്? ഓ, അപ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നും നിങ്ങൾ തീരുമാനിക്കുകയാണോ? സാർ, എന്തെങ്കിലും തെറ്റായി പറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. കല്യാണപ്രായമായ മകളെ കാണാതായ ഒരമ്മയാണ് ഞാൻ. എന്റെ മനസ്സാകെ പതറിയിരിക്കുകയാണ്. CI സാറിൽ നിന്ന് കരുണ ലഭിക്കുമെന്ന് കരുതിയാണ് ഈ പുലർച്ചെ ഞാൻ ഓടിപ്പാഞ്ഞു വന്നത്. ദയവ് ചെയ്ത് സാർ. കരയാൻ വേണ്ടി പറഞ്ഞതല്ല. മുഖം തുടയ്ക്കൂ. മകളെ നമുക്ക് കണ്ടെത്താം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരണം. തരാം സാർ. എന്താണ് സാറിനറിയേണ്ടത്? വീട്ടിൽ വെച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരനെ കുറിച്ച് നല്ലതായിട്ട് അല്ലെങ്കിൽ ചീത്തയായിട്ട് ഏറെ നേരം പറയാറുണ്ടായിരുന്നു അനുരാധ? ഇല്ല സാർ, ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു? അവൾക്ക് സ്വന്തമായി മൊബൈൽ ഇല്ല സാർ. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കും, അത്രമാത്രം. ഉറങ്ങാൻ മുറിയിൽ കയറി കതകടച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ എങ്ങനെ അറിയാനാണ്? അവളുടെ അച്ഛന്റെ മരണത്തിന് ശേഷം ഞാനും മോളും മോനും കഴിഞ്ഞ 8 മാസമായി ഒരു മുറിയിലാണ് സാർ ഉറങ്ങാറ്. ഓ, നിങ്ങളുടെ ഭർത്താവ് ബാലം മാസ്റ്റർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യായിരുന്നല്ലേ? ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ഇന്നലെ ഈ മിസ്സിംഗ് കേസ് വന്നപ്പോൾ സുബ്രഹ്മണ്യനാണ് എന്നോട് ഈ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞത്. ഞാൻ ആ ഫയൽ കൂടി ഈ മിസ്സിംഗ് കേസിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഒരു സർക്കാർ UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരാൾ. 5 മണിക്ക് സ്കൂൾ കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ എന്നും വീട്ടിലെത്തുമായിരുന്നു. മക്കൾക്ക് എന്തെങ്കിലും പലഹാരവും മീനും പച്ചക്കറിയും വാങ്ങി വീട്ടിലെത്തിയാൽ പിന്നെ മക്കളോടൊപ്പം തന്നെയായിരുന്നു കളിയും ചിരിയുമായിട്ട്. അങ്ങനെയുള്ള ഒരാൾ ഞങ്ങൾക്ക് തീരാക്കളങ്കമാവും വിധത്തിൽ ആത്മഹത്യ ചെയ്യുമോ സാർ? ഇല്ല സാർ, ഒരിക്കലും അതുണ്ടാവില്ല. പിന്നെ എനിക്കറിയില്ല സാർ. ഞാനേറെ പരാതികളൊക്കെ കൊടുത്തു നോക്കി, ആരും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു. ഏതായാലും ഈ മിസ്സിങ്ങിനോടൊപ്പം ഞാൻ അതും ക്ലബ് ചെയ്യുന്നുണ്ട്. ഇനി പറയൂ, ഈ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയണമെന്ന് തോന്നുന്നതൊക്കെ എന്നോട് പറയും. സാർ, അനുരാധ ടൗണിലെ ഗവൺമെന്റ് കോളേജിൽ അവസാന വർഷ MSc വിദ്യാർത്ഥിനിയാണ്. വീട്, കോളേജ് എന്നു മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു കുട്ടി. നന്നായി പഠിക്കുമായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടി, വീടിനടുത്തുള്ള കോളേജിൽ തന്നെ MScക്ക് സീറ്റ് ലഭിച്ചവൾ. ഇങ്ങനെ നന്നായി പഠിക്കുന്നവർ തന്നെയാണ്
കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിന്ന് ചില ഭീകര സംഘടനകളുമായി ഒത്തുപ്രവർത്തിക്കാൻ പോയത്. അതിൽ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംശയം ഈ അടുത്ത ദിവസങ്ങളിൽ അപരിചിതരായ ആരെങ്കിലും വീട്ടിലേക്ക് വരികയോ അജ്ഞാതമായ ഫോൺ കോളുകൾ വരികയോ മറ്റോ? ഇല്ല സാർ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അനുരാധ പോകുമ്പോൾ ആഭരണങ്ങളോ പണമോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ടോ? ആഭരണങ്ങൾ എന്നും ധരിക്കുന്ന ഒരു മാലയും കമ്മലും പിന്നെ ഒരു മോതിരവും. കൂടുതലായി ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പണം അവളുടെ അനുജൻ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞ് കുറെ ദിവസമായി വാശിയിലായിരുന്നു. എന്നും വീട്ടിൽ സ്വൈരക്കേടായപ്പോൾ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അനുജൻ എത്ര വയസ്സുണ്ട്? ലൈസൻസ് ഉണ്ടോ? അവൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പണം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ബൈക്ക് വാങ്ങാൻ ഞാൻ കൂടെ വരും എന്ന് പറഞ്ഞാണ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവനോട് ഉച്ചയ്ക്ക് ബാങ്കിൽ എത്താൻ പറഞ്ഞതായിരുന്നു. ബാങ്കിൽ നിന്ന് പണം എടുത്തിരുന്നോ? ഞാൻ ബാങ്കിലെ ക്ലർക്കിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവൾ ഉച്ചയ്ക്ക് 1 മണിക്ക് പണം വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. അനുജൻ ബാങ്കിൽ ചെന്നിരുന്നില്ലേ? ഇല്ല, അവനെ കോടതിയിൽ നിന്ന് ഉച്ചയ്ക്ക് പോകാൻ അനുവദിച്ചില്ല പോലും. ശരി, എത്ര രൂപയാണ് പിൻവലിച്ചത്? 1,80,000. അവളുടെ അച്ഛന്റെ മരണശേഷം കിട്ടിയ പണമായിരുന്നു ബാങ്കിൽ. ഒരു ബൈക്ക് വാങ്ങാൻ എന്തിനാണ് ഇത്രയധികം പണം? അവന് ബുള്ളറ്റ് തന്നെ വേണമെന്ന് വാശിയായിരുന്നു സാർ. നിങ്ങളെപ്പോലുള്ള അമ്മമാർ വാശി വാശി എന്നും പറഞ്ഞ് മക്കൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ച് അവർ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നാക്കുകയായിരുന്നില്ലേ, അല്ലേ? സാർ, ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം അതിന് വഴങ്ങിക്കൊടുക്കാനേ അച്ഛനമ്മമാർക്ക് കഴിയൂ. പഴയ പോലെ 5-8 മക്കളൊന്നും ഇല്ലല്ലോ. അത് ശരിക്കും ചൂഷണം ചെയ്യുകയാണ് ഇന്നത്തെ കുട്ടികൾ. അണുകുടുംബത്തിന്റെ ഏറ്റവും വലിയ ദോഷമാണിത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 1.5 ലക്ഷം രൂപയും കൊണ്ടാണ് അനുരാധയെ കാണാതായത്. പണത്തിനു വേണ്ടി അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിരിക്കുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല സാർ. എന്റെ മോൾക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിയില്ല സാർ. സാറിന്റെ കാര്യം ഞാൻ പിടിക്കാം. എന്റെ മോളെ എങ്ങനെയെങ്കിലും. കരയാതെ, ഞങ്ങൾ പരിശ്രമിക്കാം. നിങ്ങൾ ഇപ്പോൾ പോയിക്കൊള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിപ്പിക്കാം. ശരി സാർ. ആരാ? ഞാൻ CI ജോർജ് പോത്തൻ. ഇവരെന്റെ കോവർക്കേഴ്സാണ്. രാജൻ, രവി പോലീസുകാരാണ്. ഒരു പേഴ്സണൽ സന്ദർശനമായതുകൊണ്ടാണ് സിവിൽ ഡ്രസ്സിൽ വന്നത്. ഓ, വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഓക്കെ, ഇരിക്കൂ. താങ്ക് യു. ഡോക്ടറുടെ വൈഫ് ജയലക്ഷ്മി മാഡം ഇവിടെ ഇല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. അവർക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. വരാനാവുന്നേ ഉള്ളൂ. ഓഹോ, ഞങ്ങൾ വന്നത് ജയലക്ഷ്മി മാഡത്തെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാനാണ്. ഓഹോ, മാഡം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയാണല്ലോ. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചൊരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. ഓ, അതിന് മാഡത്തിന്റെ ഒരു പ്രഭാഷണം നേരിട്ട് ക്ഷണിക്കാമെന്ന് കരുതി. ആയിക്കോട്ടെ, നല്ല കാര്യം. ഇപ്പോ കോളേജ് പിള്ളേർക്ക് മാത്രമല്ല, സ്കൂൾ കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റ് ആവുന്നുണ്ട്. ശരിയാണ് ഡോക്ടർ പറഞ്ഞത്. ഉപയോഗം വല്ലാതെ കൂടിയിട്ടുണ്ട്. നമ്മുടെ നഗരത്തിലെ ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം മരിച്ച വിദ്യാർത്ഥിയുടെ കാര്യം കേട്ടില്ലേ? ഇപ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും മയക്കുമരുന്ന് എളുപ്പം കിട്ടുന്നുണ്ട്. കോളേജ് കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയ്ക്ക് കുട്ടികൾ തന്നെയാണുള്ളത്. ഇതിന്റെ വിൽപ്പനയിലൂടെ, കൈമാറ്റത്തിലൂടെ ആയിരങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. മാഡം ഉടനെ വരുമോ? പെട്ടെന്ന് വരും. വരാനുള്ള സമയമായി. ഇനി നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ ഡോക്ടറുടെ മക്കൾ? എനിക്ക് ഒരു മകനേ ഉള്ളൂ. അവനിപ്പോ ഡിഗ്രിക്ക് പഠിക്കുന്നു. സെന്റ് പോൾസ് സെൽഫ് ഫിനാൻസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്. ഡോക്ടർമാരുടെ മക്കൾ പൊതുവെ ഡോക്ടർമാരാകുകയാണല്ലോ പതിവ്. എന്താണ് സർ? അവന് ഞങ്ങൾ ഒന്നിനും നിർബന്ധിക്കാറില്ല. അവന്റെ താല്പര്യത്തിന് വിട്ടു, അത്രമാത്രം. പഠനമൊക്കെ വളരെ നല്ല നിലയിൽ പോകുന്നു. പിന്നെ നമ്മൾ പഠിച്ച കാലം പോലെയൊന്നും അല്ലല്ലോ ഇപ്പോ. ന്യൂ ജനറേഷനെ കുറിച്ച് എല്ലാവർക്കും കുറ്റമേ പറയാനുള്ളൂ. എന്നാ എനിക്ക് നേരെ മറിച്ച അഭിപ്രായം. അത് സാറിന്റെ മകനെ മാത്രം കണ്ടു പറയുന്നതല്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല. എന്റെ മകൻ രാകേഷിന്റെ കൂടെ അഡ്വക്കേറ്റ് രാംകുമാറിന്റെ മകൻ സോനു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാംബാബുവിന്റെ മകൻ വിക്രം എന്നിവരും ഉണ്ടാകും എന്നും. അവര് 3 പേരും കൂടി ചില മൾട്ടിനാഷണൽ കമ്പനികളുടെ കമ്പ്യൂട്ടർ പ്രൊജക്ട് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് പണം സമ്പാദിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ആരെങ്കിലും ഇങ്ങനെ ജോലി ചെയ്ത് പണം സമ്പാദിച്ചിരുന്നോ? ജോലി ചെയ്യുന്നത് എന്തോ മോശമായ കാര്യം ചെയ്യുന്നത് പോലെയല്ലേ അന്നൊക്കെ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ കരുതിയിരുന്നത്. ഇന്ന് എന്റെ മകന്റെ കയ്യിലുള്ള ഐഫോൺ, ബൈക്ക്
ഒക്കെ അവനിങ്ങനെ സ്വന്തമായി പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ നടത്തുന്ന മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ യാത്രകളൊക്കെ അവർ സ്വന്തം കാശ് കൊണ്ടാണ്. ഓഹോ, അങ്ങനെയോ? എങ്കിൽ ആള് സ്മാർട്ടാണല്ലോ. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. മുകളിൽ അവന്റെ മുറിയിൽ ഏതോ വർക്കിലാണ്. ഇവിടുന്ന് തന്നെ അവരുടെ വർക്ക്. കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരും. കമ്പ്യൂട്ടറും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവന്റെ മുറിയിൽ തന്നെയുണ്ട്. പിന്നെ അലോസരപ്പെടുത്താൻ ഞാനും വൈഫും ആ മുറിയിലേക്ക് ചെല്ലാറേയില്ല. അതുകൊണ്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടി തന്നെ വർക്കുകളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ജോലി കഴിഞ്ഞ് പ്രൈവറ്റ് പ്രാക്ടീസും കഴിഞ്ഞ് മകന്റെ മുറിയിലേക്കൊന്ന് പോകാൻ സമയം കിട്ടാത്തതും ഒരു കാരണമല്ലേ? അതുപോട്ടെ, മകനെ ഒന്ന് വിളിക്കാമോ? ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാനാണ്. ഏതായാലും ജയലക്ഷ്മി മാഡം വരുന്നതുവരെ അവനുമായി സംസാരിച്ചിരിക്കാമല്ലോ. ഓ, അതിനെന്താ, വിളിക്കാമല്ലോ. രാകേഷ്, പപ്പയാ മോനെ, നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വാ. നിന്നെ ഒരാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന്. ഇപ്പൊ വരും. ഒരേ വീട്ടിൽ അടുത്ത മുറിയിലുള്ള അച്ഛനും മകനും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ. കാലത്തിന്റെ ഒരു പോക്ക്. ഹലോ രാകേഷ്, ഞാൻ വിളിപ്പിച്ചത് വർക്കിന് തടസ്സമായോ? ഓ, അത് സാരമില്ല. രാകേഷ്, ഇത് സ്ഥലം CI ജോർജ് പോത്തൻ സാർ. ഇവർ ഒപ്പം വർക്ക് ചെയ്യുന്ന പോലീസുകാർ. അമ്മയെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. രാകേഷ് സെന്റ് പോൾസിലാണ് പഠിക്കുന്നത് അല്ലേ? അതെ. രാകേഷ് ഇരിക്കൂ. ഗാന്ധിജിയൊക്കെ വിഭാവനം ചെയ്ത പോലെ പഠനത്തോടൊപ്പം ജോലിയും ചെയ്ത് കാശുണ്ടാക്കുന്നവനാണ് രാകേഷ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെട്ട് കളയാമെന്ന് വെച്ചു. അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു നേരം പോക്ക്. പിന്നെ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുള്ള കാശിന് ആരുടെയും കാല് പിടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അത് അച്ഛനമ്മമാരുടേതായാലും. ശരിയാ ശരിയാ. പക്ഷേ നേരം പോക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത്. ജയലക്ഷ്മി വന്നു. ഇനി സാറിന് കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയാമല്ലോ. ജയലക്ഷ്മി, ഇത് CI ജോർജ് പോത്തൻ. നിന്നെ ഏതോ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. കൂടെയുള്ളത് പോലീസുകാരാ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. എന്താണ് പരിപാടി? എന്നാണ്? മാഡം ഇരിക്കൂ, വിശദമായിട്ട് പറയാം. CI കുറച്ചു നേരമായി വന്നിട്ട് ഞാൻ പറഞ്ഞതാ, നിന്നെ നേരിട്ട് കണ്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന്. ഡോക്ടർ, ഞാൻ ആദ്യം ഡോക്ടറോട് സോറി പറയുകയാണ്. എന്തിന്? ഞങ്ങൾ വന്നത് ജയലക്ഷ്മി ഡോക്ടറെ പരിപാടിക്ക് ക്ഷണിക്കാനല്ല. പിന്നെ? ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ പലപ്പോഴും ഞങ്ങൾക്ക് കള്ളം പറയേണ്ടി വരാറുണ്ട്. സാറ് പറഞ്ഞു വരുന്നത്? അതെ, ഞങ്ങൾ ഇപ്പോൾ വന്നത് സാറിന് പ്രയാസമുണ്ടാവരുത്. ഞങ്ങൾ വന്നത് സാറിന്റെ മകൻ മിസ്റ്റർ രാകേഷിനെ അറസ്റ്റ് ചെയ്യാനാണ്. സാർ എന്താണ് ഈ പറയുന്നത്? എന്റെ മകനെ അറസ്റ്റ് ചെയ്യാനോ? അവൻ എന്ത് കുറ്റമാണ് ചെയ്തത്? കോളേജ് വീട് എന്ന് മാത്രം കരുതി നടക്കുന്ന എന്റെ മകൻ എന്ത് തെറ്റാണ് സാർ ചെയ്തത്? സാറിന് ആള് മാറിയതാവാം. അവൻ ഈ വീട്ടിൽ നിന്ന് കോളേജിലേക്കല്ലാതെ മറ്റെങ്ങോട്ടും പോവാറില്ല. അങ്ങനെയാ ഞങ്ങൾ അവനെ വളർത്തിയത്. പപ്പ, ഇയാളോട് ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? മോനെ, നീ എന്താ ഇങ്ങനെ? വീട്ടിൽ കയറി വന്ന ഒരാളോട്, അതും ഒരു പോലീസ് ഓഫീസറോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നീ ഇതുവരെ ഒന്ന് ഒച്ച വെച്ച് സംസാരിക്കുന്നത് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിനക്ക് എന്താ മോനെ പറ്റിയത്? മമ്മി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇയാളെ പോലുള്ള പോലീസുകാരാണ് പോലീസ് വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുന്നത്. രാകേഷ്, നീ വെറുതെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കാതിരിക്കേ. നിന്റെ പ്രയാസം പപ്പ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇങ്ങനെയാണ് സംസാരിക്കുക? ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോകാനാ പറയേണ്ടത്. എടാ ചെറുക്ക, കൊഞ്ചം തുള്ളിയാ മുട്ടോളം. പിന്നെ സാർ, ശാന്തനായ ഒരു പുലി അതിന്റെ രൗദ്രഭാവം ഏറ്റവും രൂക്ഷമായി പ്രകടിപ്പിക്കുന്നത് അത് കെണിയിൽ അകപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യം വരുമ്പോഴാണ്. സാറിനെന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ എന്ത് കുറ്റമാണ് സാർ എന്റെ മോൻ ചെയ്തത്? പപ്പയോടല്ലേ പറഞ്ഞ് ഇയാളോടൊന്നും ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന്. പപ്പ കലക്ടറെ വിളിക്കേ, അല്ലെങ്കിൽ വേണ്ട മന്ത്രിയെ തന്നെ വിളിക്കേ. ഒരു തുക്കട പോലീസുകാരൻ വന്ന് നമ്മളെ പഠിപ്പിക്കാൻ നോക്കുക. മോനെ, ശാന്തനാവ്. പിന്നെ കലക്ടറെ വിളിക്കുകയും മന്ത്രിയെ വിളിക്കുകയും എന്നൊന്നും പറഞ്ഞ് ഈ ജോർജ് പോത്തനെ വിരട്ടാൻ നോക്കണ്ട. അവരൊക്കെ നിങ്ങളുടെ വെളിപ്പുറത്തുണ്ടാകും. പക്ഷേ 32 വർഷത്തെ സേവനത്തിനിടയിൽ 8 സസ്പെൻഷനും 15 സ്ഥലം മാറ്റവും വാങ്ങിച്ച ഞാൻ ഭയപ്പെടുന്നില്ല. പിന്നെ ഡോക്ടർ, എനിക്ക് അബദ്ധം പറ്റിയതൊന്നുമല്ല. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ 2 പോലീസുകാർ
നിങ്ങളുടെ വീട്ടിന് ചുറ്റുവട്ടത്തും രാകേഷിന്റെ പിന്നാലെയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മകനോട് പറഞ്ഞേക്ക് ഞങ്ങളോട് സഹകരിക്കാൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മണിമണിയായി ഉത്തരം പറയട്ടെ മകൻ. എന്നിട്ടാവാം അബദ്ധം പറ്റിയത് ആർക്കെന്ന് തീർച്ചപ്പെടുത്താൻ. രാകേഷ്, നീ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊടുത്തേക്കൂ. നീ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം കഴിയുമ്പോ അവർക്ക് തന്നെ കാര്യം ബോധ്യമാവും. പറയും, ആരൊക്കെയാണ് രാകേഷിന്റെ സുഹൃത്തുക്കൾ? എനിക്ക് സുഹൃത്തുക്കളില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒറ്റ സുഹൃത്തുമില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്ന ഞാൻ നോക്കില്ല. ഇരുമ്പ് കൂടുമ്പോൾ എന്റെ കൈ നിന്റെ കവളത്തൊന്ന് പതിച്ചാൽ 32 പല്ലും താഴെയുണ്ടാവും. പിന്നെ നീ ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പറയ്, ആരൊക്കെയാണ് നിന്റെ സുഹൃത്തുക്കൾ? പറഞ്ഞില്ലേ എനിക്ക് സുഹൃത്തുക്കളില്ലെന്ന്. ശരി, അഡ്വക്കേറ്റ് രാംകുമാറിന്റെ മകൻ സോനു, എഞ്ചിനീയർ ശ്യാം ബാബുവിന്റെ മകൻ വിക്രം, ഇവർ നിന്റെ സുഹൃത്തുക്കളല്ലേ? എല്ലാ ദിവസവും അവരുടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. കോളേജിലും യാത്രയിലും നിഴൽ പോലെ അവർ നിന്റെ കൂടെ ഉണ്ടല്ലോ. അവർ നിന്റെ സുഹൃത്തുക്കളല്ലേ? നീ എന്താ ഒന്നും പറയാത്തത്? ഉത്തരം മുട്ടിപ്പോയോ? അച്ഛനും അമ്മയും കണ്ടല്ലോ മകന്റെ മഹിമ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കഴിഞ്ഞ 3 ദിവസമായി എന്റെ പോലീസുകാർ നിന്നെ പിന്നാലെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ നീ എന്തൊളിക്കാനാണ് ശ്രമിക്കുന്നത്? സർ, എന്റെ മകൻ എന്താണ് ചെയ്തത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിരിക്കട്ടെ, പയ്യപ്പള്ളി ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്ന ബാലൻ മാസ്റ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നീ? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ് എനിക്കറിയാമോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അറിയാമെന്ന് പറയണം. കാരണം ഇതേതെങ്കിലും ഒരാളല്ല. 8 മാസം മുമ്പ് കടലിൽ ചാടി മരിച്ച ബാലൻ മാസ്റ്ററെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അയാളെ നിനക്കറിയാം. നീയും സുഹൃത്തുക്കളും 4 or 5 പ്രാവശ്യം ആ സമയത്ത് അവിടെ പോയിട്ടുണ്ട്. ബാലൻ മാസ്റ്ററുടെ മകൻ അനന്തു നിന്റെ കൂട്ടുകാരനല്ലേ? പല പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. മാഡത്തിനറിയില്ലേ, ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്ന രാകേഷിന്റെ കോളേജിൽ അവന്റെ ജൂനിയറായി പഠിക്കുന്ന അനന്തുവിനെ? ആ വെളുത്ത് നീളം കുറഞ്ഞ കുട്ടിയല്ലേ? എനിക്കറിയാം. ഇവരോടൊപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുകയാണെന്ന് പറയും. നല്ല മോനാണ്. മറ്റുള്ളവരൊന്നും ഇവിടെ വന്നാൽ താഴെയൊന്നും ഇറങ്ങി വരില്ല. എന്നാൽ അനന്തു അങ്ങനെയായിരുന്നില്ല. ഞാനിവിടെയുള്ളപ്പോ എന്റെ അടുത്ത് വന്നിരുന്ന ഓരോരോ കാര്യങ്ങൾ പറയും. അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ രാകേഷ് മാത്രമല്ല, ഞങ്ങളും ആ വീട്ടിൽ പോയിരുന്നു. എന്താ സാർ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്? കഴിഞ്ഞൊരാഴ്ചയായി അനന്തുവിന്റെ ചേച്ചിയെ കാണാനില്ല. ഈശ്വര, ആ കുടുംബത്തിന് എന്തൊരു ദുർവിധിയാണ്. രാകേഷ്, അനന്തുവിന്റെ ചേച്ചിയെ നിനക്കറിയുമോ? എനിക്കറിയില്ല സാർ. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ. എനിക്കൊന്നും അറിയില്ല. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് പ്ലീസ്. എന്താണ് സാർ ഇതൊക്കെ? എന്തിനാ എന്റെ മോനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? 8 മാസം മുമ്പ് ഒരു ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ആത്മഹത്യ ചെയ്യുന്നു. പോലീസ് അന്വേഷണമൊക്കെ നടന്നു. കൊലപാതകമാണെന്ന പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും അത് ആത്മഹത്യയായി തന്നെ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ മിസ്സിംഗ്. രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ എനിക്കെന്തോ സംശയം. താങ്കൾ എന്ത് വേണമെങ്കിലും സംശയിച്ചോളൂ. പക്ഷെ എന്റെ മകനും ഇക്കാര്യവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വെറുതെ ഓരോ സംശയത്തിന്റെ പേരും പറഞ്ഞ് ഒന്നും അറിയാത്ത കുട്ടികളെ ബുദ്ധിമുട്ടിക്കുകയാണോ? ഡോക്ടർ, ഇനി ഞാൻ തുറന്നു തന്നെ പറയാം. സഹോദരി മിസ്സിംഗ് ആയതിന്റെ 3-ാം നാൾ അർദ്ധരാത്രിയിൽ അനന്തു അവന്റെ അമ്മയുടെ പാദങ്ങളിൽ വീണ് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ആ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആ അമ്മ പിറ്റേ ദിവസം രാവിലെ മകനെയും കൂട്ടി എന്റെ അടുത്തേക്ക് വന്നു. അവൻ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? അതും എന്റെ മകനും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ പറയാം, ഒക്കെ ഞാൻ പറയാം. കണ്ണീരുണങ്ങാതെ ഒരമ്മ നാടകം ആദ്യ ഭാഗം സമാപിക്കുന്നു. രചന സുനി അരിക്കാംവീട്ടിൽ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുജാത PG ഇന്ദിര, ഡോക്ടർ ജയലക്ഷ്മി രേവതി ദിനേശ്, ഡോക്ടർ അനന്തരാമൻ നിലമ്പൂർ മണി, CI ജോർജ് പോത്തൻ, KC കരുണാകരൻ പേരാമ്പ്ര, നാരായണൻ VK രവി കൊയിലാണ്ടി, സുബ്രഹ്മണ്യൻ NV ബിജു, രാജേന്ദ്രൻ കുമാർ, രാകേഷ് അരുൺ ശങ്കർ RK, പോലീസുകാരൻ അനിൽ അങ്ങാടിപ്പുറം. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.